കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി വാറന്റ് കേസിലെ പ്രതിയാണെന്ന കാര്യം മറച്ചുവെച്ചെന്ന് പരാതി. മംഗൽപാടി പഞ്ചായത്തിലെ ഷിറിയ വാർഡിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഇക്ബാലിനെതിരെയാണ് പരാതി. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ അബൂബക്കർ സിദ്ദീഖാണ് പരാതി നൽകിയത്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, ഇതെന്താണ് സ്ഥാനാർത്ഥിക്കെതിരായി പരാതി? കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിലെ ഷിറിയ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് ഇക്ബാലാണ്. ഇക്ബാൽ വാറന്റ് കേസിലെ പ്രതിയാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ മറച്ചു എന്നാണ് UDF പരാതി നൽകിയിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലുള്ള അബൂബക്കർ സിദ്ദീഖാണ് ഇങ്ങനെ പരാതി നൽകിയത്. ഈ പത്രിക സ്വീകരിക്കരുത് എന്ന് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പത്രിക പിൻവലിച്ചില്ല. ഈ പത്രിക പിൻവലിക്കണം, അവിടുന്ന് പത്രിക ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് അബൂബക്കർ സിദ്ദീഖ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. ഇതിൽ കൂടാതെ SDPയും BJPയും ഈ വാർഡിൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി LDFിലെ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നതിന്റെ ഭാഗമായി അവർ BJPയും SDPയും സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 200 വോട്ട് ഈ വാർഡിൽ BJPക്ക് ലഭിച്ചിരുന്നു. 200 വോട്ട് ലഭിച്ച വാർഡിലാണ് BJP ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത്. അതോടൊപ്പം SDPക്കും വോട്ടുണ്ട്. SDPയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള വാർഡാണ്. ആ വാർഡിൽ വാറന്റ് കേസിലെ പ്രതിയെ മത്സരിപ്പിക്കുകയും അവർക്ക് ഈ SDPയുടെയും അതോടൊപ്പം തന്നെ BJPയുടെയും പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്ന ഒരു ആരോപണമുണ്ട്. അങ്ങനെ വാറന്റ് കേസിലെ പ്രതിയാണെന്ന കാര്യം മറച്ചുവെച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ളത്. ഈ പത്രിക ഒഴിവാക്കണം, തള്ളണം എന്നതാണ് UDF പറയുന്നത്. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.